ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ലോഗനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റെഗുലർ ഒരു സൈറ്റിലേക്ക് പോകാനും ബാക്കി എല്ലാത്തിനും റഫ് വ്യൂസ് ഈ വണ്ടി ആക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു എമർജൻസി വന്നിട്ടുണ്ട്. നാട്ടിലേക്ക് ഏകദേശം ഒരു 700 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പോലോയിൽ 5 പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എന്നുള്ളത് കൊണ്ട് ഇതേ വണ്ടിയിൽ തന്നെ പോകാമെന്ന് പ്ലാൻ ആക്കിയിട്ടുള്ളത്. സോ അതിന് മുന്നേ ഒരു പെയിൻ്റ് ആക്കി കളയാമെന്ന് വെച്ചു. അപ്പോൾ പെയിൻറ്റ് നമ്മൾ നോർമലി ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു മാസമോ 2 മാസമൊക്കെ സമയം പറയുന്നുണ്ടായത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നമ്മൾ മൈസൂർ എത്തി. 4 ദിവസമാണ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 3-ാം ദിവസത്തെ ഫോട്ടോ ആണ്. 4-ാം ദിവസം 6 മണിക്ക് വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 4-ാം ദിവസമാണ്. നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ സ്പീഡായിട്ട് വർക്ക് നടക്കുന്നുണ്ടായി. വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ പറഞ്ഞ പോലെ തന്നെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റായി. ഒരു റൗണ്ട് എല്ലാ ക്ലീനിങ് ഒക്കെ ആക്കിയിട്ടാണ് നമുക്ക് വൈകുന്നേരം വണ്ടി തന്നിട്ടുള്ളത്. നമ്മൾ 4-ാം ദിവസം അതിനായിട്ട് പോയതല്ല, നമുക്ക് ആ ദിവസം ഒരു റിക്കവറി ഉണ്ടായിരുന്നു മൈസൂരിലേക്ക്. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ ആ ദിവസം റിക്കവറി കഴിഞ്ഞിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഗ്യാരേജിലേക്കാണ് പോയത്. നോക്കുമ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ വണ്ടി ആ ദിവസം തന്നെ നമുക്ക് ഇറക്കി തന്ന്. 4 ദിവസത്തിൽ തരുന്നുണ്ട് പറഞ്ഞിട്ട് വർക്കിൽ അങ്ങനെ കോംപ്രമൈസ് ഒന്നും കണ്ടിട്ടില്ല. നല്ല പെയിൻ്റൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എമർജൻസി പെട്ടെന്ന് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്ഥലം ഞാൻ സജസ്റ്റ് ആക്കുന്നുണ്ട്. പറഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ലോക്കലിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അത്ര ദൂരം കൊടുത്തിട്ടുള്ളത്. ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ റിക്കവറി വെഹിക്കിളിൽ പോയത് കൊണ്ട് തിരിച്ച് ഈ വണ്ടി എടുത്തിട്ട് വരാൻ വണ്ടി ഓടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വണ്ടി ടോ ആക്കിയിട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ പുല്ലി സിസ്റ്റം ആവുന്നത്ര പെട്ടെന്നൊന്ന് മാറ്റിയിട്ട് വിഞ്ചിങ് സിസ്റ്റം ആക്കണം എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ശരിയായിട്ട് ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി ലോഡാക്കി കഴിഞ്ഞു, ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കി. നമുക്ക് 1 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. അവർ 6 മണിക്ക് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് 7 മണിക്കാണ് വണ്ടി കിട്ടിയത്. എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പറഞ്ഞ ആ ഒരു സമയത്ത് നമുക്ക് വണ്ടി തന്നിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കയറ്റി തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. ടയറൊക്കെ നമ്മളെല്ലാം റെഗുലർ ചെയ്യുന്ന പോലെ തന്നെ ബെൽറ്റ് ഇട്ടിട്ടാണ് ടൈറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് പുറപ്പെട്ടിരിക്കുന്നു ഫ്രണ്ട്സ്. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു ഗ്രേപ്സിൻ്റെ ജ്യൂസ് കടയുള്ളത്. ഇത് ഞാൻ റെഗുലറായിട്ട് മൈസൂരിലേക്ക് വരുമ്പോൾ കുടിക്കുന്നതാണ്. വലിയ പൈസയൊന്നുമില്ല, ആകെ 30 റുപ്യേ ഉള്ളൂ. ഏകദേശം അത് വൈന് പോലെയാണ് അതിൻ്റെ ടേസ്റ്റ്. സോ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനങ്ങനെ എല്ലാ സ്ഥലവും അങ്ങനെ പ്രൊമോട്ട് ആക്കുമൊന്നുമില്ല. ഇത് ആ ഒരു ടേസ്റ്റ് എല്ലാവരും നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ടേസ്റ്റ് ആക്കണം എന്നുള്ളവർക്ക് അത് നോക്കിയിട്ട് ടേസ്റ്റ് ആക്കാവുന്നതാണ്. മൈസൂറാണ് ലൊക്കേഷന്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് വിട്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഇത്ര ദിവസം ഇല്ലാത്ത ആനയാണ് കാണാൻ കിട്ടിയത്. ഏകദേശം 5-8 ആന കിട്ടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് രാത്രി സമയത്ത്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ തിത്തുമത്തി ഫോറസ്റ്റിൽ ഒരുപാട് ആന കാണാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് വീടെത്തിയിരിക്കുന്നു 11 മണിക്ക്. വണ്ടി വന്ന് ഇറക്കുന്നതോടെ നമ്മുടെ ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആണ് കൈയോടെ നമ്മൾ സ്റ്റിക്കറിങ് ആക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് പോയത്. അല്ലെങ്കിൽ ഇനി സ്റ്റിക്കറിങ് ഒന്നും നടക്കൂല, ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ. അങ്ങനെ സ്റ്റിക്കറിങ്ങും കഴിഞ്ഞതോടെ വണ്ടി നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ
ഒരു സ്റ്റിക്കറിങ്ങും കൂടി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.